വാളൂരിയ സ്ഥലമാ കരവാളൂർ. എങ്ങനെയാ ഷാജി ഇങ്ങനെ പേര് വന്ന്? അത് തന്നെ, അങ്ങനെ തന്നെ. സന്തോഷം. നിങ്ങളുടെ പേര് പറഞ്ഞില്ല. സാമുവൽ CP. YMCA ഉണ്ട്, പുതിയ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഞാൻ അതിന്റെ രക്ഷാധികാരിയാണ്. നമ്മളറിയാവുന്ന ഒരാളാണ് കേട്ടോ. അതെ 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 അതെ. അന്വേഷണം പറയാൻ പറഞ്ഞു. ഹാഷ്മിയോടെയും പറഞ്ഞു അന്വേഷണം പറയാൻ. അപ്പൊ നമ്മുടെ യാത്രയായിട്ട് ഇറങ്ങിയതാ. ഈ കാലഘട്ടത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ്. ഈ ഏരിയയിലൊക്കെ പ്രശ്നമുണ്ടോ? നമ്മൾ നിൽക്കുന്ന കരവാളൂരാണ്. അന്ന് മദ്യം ഒരു സമൂഹത്തിന്റെ പുഴുക്കുത്താണെങ്കിൽ ഇത് തലമുറയെ ഉന്മൂലനാശനം ചെയ്യുന്ന ഒരു വിപത്താണ്. ഇത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോ ആഗോളമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. ഡീഹണ്ട് എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പുനലൂർ സർക്കിൾ മേഖലയിൽ തന്നെ ഏതാണ്ട് 300ഓളം കാരിയേഴ്സിനെയും ഏജൻസിനെയും ഇതിന്റെ പേരിൽ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുണ്ട്, നല്ല നിലയിൽ അതിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നിങ്ങളെ പോലെയുള്ള ഇപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനേക്കാളും പവർഫുള്ളായി നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് മാധ്യമം. ആ മാധ്യമം ഇങ്ങനെ ഇതൊരു സോഷ്യലൈസേഷൻ, ഒരു ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച 24നോടും വിശിഷ്യ SKNനോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് പരീക്ഷ? ഉണ്ടായിരുന്നു പരീക്ഷ എഴുതിയോ? അപ്പൊ നിങ്ങളുടെ സ്കൂളിലൊക്കെ വരാന്തയിലൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാര് പഞ്ചസാര പോലുള്ള സാധനമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്ന് വാങ്ങിച്ച്. ഓക്കെ സാറേ, സാറിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രോത്സാഹനം അറിയിക്കുന്നു. ഓക്കെ, ഏറ്റവും നല്ല സമൂഹത്തിലെ തീർച്ചയായിട്ടും അതെ അതെ. മക്കളെ ലഹരിക്കെതിരെ സാറിന്റെ ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ. ഒരു സൗകര്യം നമ്മുടെ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഓക്കെ, എന്താ പേര്? അപ്പൊ നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഇതിനകത്ത് ജാതി മത കക്ഷി രാഷ്ട്രീയ സംഭവങ്ങൾ അതിന്റെ ഒരു AMMHSന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു സ്റ്റുഡന്റിന് നമ്മള് ഡയാലിസിസിന് വേണ്ടി ഒരു തുക ഇപ്പൊ കൈമാറുകയാണ്. SK വന്ന പശ്ചാത്തലത്തിൽ കൊടുക്കാം. അങ്ങ് തന്നെ കൊടുത്താൽ മതി. CP ബാബു ഇതാണ് ആർക്കാ കൊടുക്കുന്നത്? ഇതേതനല്ലേ? ഇത് ആരുടെ സംഭാവന? കേരള ബിൽഡേഴ്സ്. ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ വിജയ നമ്മള് ആർട്ടിസ്റ്റാണോ? അപ്പൊ ഒരുപാട് സാറിനെ ഒരുപാട് അവളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. സാറിന്റെ വാട്സപ്പ് അഭിനേത്രിയാ? യെസ് സാറേ, എനിക്ക് സാറിന്റെ അത് കാണാനിരിക്കുവായിരുന്നു. കാരണം ഞാനിച്ചിരി ലോൺ എടുത്തു, ജപ്തിയായിരിക്കുക. ഇത് ഭയങ്കര പ്രശ്നമാണ്. ലോൺ എടുത്ത് അത് നമുക്ക് നോക്കാം. അത് നമ്മുടെ കേരള ബാങ്കിൽ നിന്നാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരു സെക്കൻഡ് ഒരു പിന്നെ അഞ്ചല്. അയ്യോ, അഞ്ചലല്ലേ? അഞ്ചലാണ്. സോറി. അശ്വതി. വടമൻ. ഞങ്ങളുടെ സ്ഥലം വടമൻ. അറിയാം. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ മാത്രമല്ല MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കളും കൊണ്ട് സ്കൂളിലെ വരാന്തയിൽ ആരെങ്കിലും കണ്ട അപ്പൊ തന്നെ എന്ത് ചെയ്യണം? HMനോട് ചെന്ന് പറയണം. HM എന്ത് ചെയ്യണം? HM പോലീസ്. നീ ഭാവിയിൽ HM-ആവും കേട്ടോ. ക്യാൻസർ രോഗിയാണ്. എന്തെങ്കിലും നമുക്ക് ചെയ്യണം. എന്തെങ്കിലും ഞാൻ ഒരാളല്ല.
അപ്പൊ തിരിച്ചു നടന്നുണ്ടോ ഇപ്പൊ? ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് ശരി, ഓക്കെ. സാധനമുണ്ട് ഇവിടെ. പുള്ളിക്ക് വൈകാത്ത കപ്പ് കൊടുക്കും. പോലീസ് പറഞ്ഞല്ലേ അങ്ങേക്ക് ഒരു കപ്പ്, ഒരു കപ്പോടെ കിട്ടിയ പോലീസ് ആ മനു കൊടുത്ത കേട്ടോ. അപ്പൊ നീ ഹെഡ് മാസ്റ്റർ ആവുന്ന ആളാ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എടാ മോനെ എന്നാ പിടിച്ചോ. ആ ആ ആ ആരൊക്കെ ബ്രദേഴ്സ് ആരാ ഉള്ള? ബ്രദേഴ്സ് ഉണ്ടോ വീട്ടിൽ? ബ്രദേഴ്സ് ഉണ്ടോ? ആ ബ്രദറിന് കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാരും നന്ദി. ഷാജി നേതാവായിട്ട് അനുയായികളെ ശക്തമായിട്ട് കൊണ്ടു നടക്കുക. അപ്പൊ ഈ ഷാജി നമുക്ക് എന്റെ കൂടെ പഠിച്ച പുല്ലൂർ കോളേജിലെ രാജീവ് എന്നൊരു കക്ഷി കരോളൂരുണ്ട്. അത് ആരാ പാർട്ടിന്ന് അറിയില്ല. ഇപ്പം രാജീവ് ഇവിടെ എവിടെയും ഉണ്ടാവും. രാജീവിനെ കണ്ടിട്ട് ഞാനിപ്പോ 1974 കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അല്ലല്ല, ഞങ്ങള് ഈ രാജീവിനെ പ്രീ ഡിഗ്രി നമ്മൾ ഒന്നിച്ച് പഠിച്ച രാജീവിനെ കാണുവാണെങ്കിൽ അന്വേഷിച്ചതാണ് ഷാജി. രാജീവിനെ ഏത് മനസ്സിലാവുന്നു? ഷാജി അറിയാഞ്ഞോട്ട് ചോദിക്കുക. ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ നിനക്കറിയാവോ? നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. ഓക്കെ, അതാ എനിക്ക് മനസ്സിലായി. അപ്പൊ അമ്മ എന്താ പറഞ്ഞു? അമ്മ എന്താ പറഞ്ഞു? എനിക്ക് എന്റെ സങ്കടം ഒന്ന് നിർത്തി തരണേന്ന് പറഞ്ഞു. നോക്കട്ടെ, അമ്മ നമ്പർ കൊടുത്തില്ലയോ? കൊടുത്തു. നോക്കട്ടെ അമ്മ, പോട്ടോ. സന്തോഷമല്ലേ? സന്തോഷം. ഓക്കെ. അപ്പൊ നമുക്ക് ചേട്ടാ നമസ്കാരം, കണ്ടിട്ട് കുറെ കാലമായി.